പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമനസിൻ്റെ 40-ാം ചരമദിനത്തോട് അനുബന്ധിച്ചുള്ള അനുസ്മരണ സമ്മേളനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനാ ഗാനത്തോടുകൂടി നമുക്ക് ഈ യോഗം ആരംഭിക്കാം. അതിനായി രശ്മി മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ. നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ. സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ. സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ. ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ. ജീവജാലങ്ങളൊക്കെയും ജന്മബന്ധുവായിടണേ. ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ. ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. പരിശുദ്ധ പിതാവിൻ്റെ ജീവിതപാതയിലൂടെ ഒരു യാത്ര. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ ആധുനിക മലങ്കര സഭയുടെ തലപ്പത്ത് അതീവ പ്രൗഢിയോടെ നിലകൊണ്ട അപൂർവ വ്യക്തിത്വം. നിറഞ്ഞ പുഞ്ചിരിയോടെ സഭാമക്കളുടെയും നാനാജാതി മതസ്ഥരുടെയും മനസ്സിൽ ഒരു കുളിർമഴയായി പെയ്തിറങ്ങുന്ന സ്നേഹം. കുന്നംകുളം മങ്ങാട്ട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയിലെ കൊള്ളന്നൂർ വീട്ടിൽ KA ഐപ്പിന്റെയും കുഞ്ഞിട്ടിയുടെയും മകനായി 1946 ഓഗസ്റ്റ് മാസം 30-ാം തീയതി ജനിച്ച KI പോൾ ആണ് പിൽക്കാലത്ത് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയായി ഉയർന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിൽ നടത്തി. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് ബിരുദവും, കോട്ടയം CMS കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും, കോട്ടയം പഴയ സെമിനാരിയിൽ നിന്ന് വൈദിക വിദ്യാഭ്യാസവും പൂർത്തിയാക്കിയ പരിശുദ്ധ പിതാവ് 1972 ഷമ്മാശപ്പട്ടവും 1973 വൈദിക പട്ടവും സ്വീകരിച്ചു. 1982 ഡിസംബർ മാസം 28-ാം തീയതി തിരുവല്ലയിൽ വെച്ച് നടന്ന മലങ്കര അസോസിയേഷൻ പരിശുദ്ധ പിതാവിനെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. 1985 മെയ് മാസം 15-ാം തീയതി പുതിയകാവ് പള്ളിയിൽ വെച്ച് പൗലോസ് മാർ മിലിത്തിയോസ് എന്ന പേരിൽ എപ്പിസ്കോപ്പ സ്ഥാനം ലഭിച്ചു. 1985 ഓഗസ്റ്റ് മാസം 1-ാം തീയതി കുന്നംകുളം ഭദ്രാസനത്തിന്റെ ആദ്യ മെത്രാപ്പൊലിത്തയായി സ്ഥാനാരോഹണം ചെയ്തു. 2006 ഒക്ടോബർ 12-ന് പരുമലയിൽ കൂടിയ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ അഭിമന്യ പൗലോസ് മാർ മിലത്തിയോസ് മെത്രാപ്പൊലിത്ത നിയുക്ത കാതോലിക്കയായി തിരഞ്ഞെടുത്തു. 2010 ഒക്ടോബർ മാസം 31-ാം തീയതി പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദ്വിതിമോസ് പ്രഥമൻ കാതോലിക്ക ബാവ മലങ്കര മെത്രാപ്പൊലിത്ത സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്ന് 2010 നവംബർ മാസം 1-ാം തീയതി പരുമല സെമിനാരിയിൽ വെച്ച് മലങ്കരയുടെ 8ാമത് കാതോലിക്കയായും 21ാമത് മലങ്കര മെത്രാപ്പൊലിത്തയായും പരിശുദ്ധ
ബസേലിയോസ് മാർത്തോമ്മ പൗലോസ് ദ്വിതീയൻ എന്ന പേരിൽ പൗരസ്ത്യ കാതോലിക്കയായി സ്ഥാനാരോഹണം ചെയ്തു. പുത്രന്റെ നാമത്തിലും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെ നാമത്തിലും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏപ്രിൽ മാസം 8-ാം തീയതി ദേവലോക മരമനയിൽ വിശുദ്ധ മൂറോൻ കൂദാശയും നടത്തി. പ്രതിസന്ധികളിൽ തളരാത്ത പോരാളി, ലാളിത്യത്തിന്റെ മകുടം, അശരണരുടെ ആലംബവുമായ പരിശുദ്ധ പിതാവ് ഇഹലോക ജീവിതം തികച്ച് 2021 ജൂലൈ മാസം 12-ാം തീയതി നിത്യതയുടെ കൂടാരത്തിലേക്ക് യാത്രയായി. പ്രസംഗദീപ്തമായ ഒരു ആത്മീയ വിളക്ക്. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുതെന്ന ക്രിസ്തുനാഥന്റെ വചനങ്ങൾ സാംശീകരിച്ച് മാതൃകയായി കാട്ടിത്തന്ന പരിശുദ്ധ പിതാവ്. കുട്ടികളോടൊപ്പം അവരിൽ ഒരാളായി കൂടെ നിന്ന ബാവ. ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ശരിയായി മനസ്സിലാക്കി പ്രവർത്തിച്ച പരിശുദ്ധൻ. ജാതി മതഭേദമന്യേ സത്പ്രവർത്തികൾ നടത്തി. അതിന് ഉത്തമ ഉദാഹരണമാണ് സെർബൽ പൾസി ബാധിച്ച അനുഗ്രഹീനെയും ഫാത്തിമയും കാണാൻ അവരുടെ ഗ്രാമത്തിൽ നേരിട്ടു ചെന്നത്. തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം എന്തെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നിലകൊണ്ട പിതാവ്. എക്യുമെനിക്കൽ സഭാന്തര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നിരവധി രാജ്യാന്തര യാത്രകളും സംവാദങ്ങളും നടത്തി. ലോക ക്രൈസ്തവ നേതാക്കളുടെ പട്ടികയിൽ ഈ പിതാവിന്റെ നാമം തങ്കലിപികളിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കലെങ്കിലും സംസാരിച്ചിട്ടുള്ളവർക്ക് മറക്കുവാൻ കഴിയാത്ത വ്യക്തിപ്രഭാവമായി മനസ്സിൽ തെളിഞ്ഞു നിൽക്കും പരിശുദ്ധ പിതാവെന്നതിൽ സംശയമൊന്നുമില്ല. മാർ ബസേലിയോസ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമാണ് പരിശുദ്ധ പിതാവിന്റെ വിയോഗം. സ്കൂൾ മാനേജർ എന്നതിലുപരി സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും തിരുമനസിന്റെ ആശീർവാദത്തോടെയായിരുന്നു നടന്നിരുന്നത്. സ്കൂളിലെ പ്രധാന പരിപാടികളിൽ തിരക്കിനിടയിലും വന്ന് സംബന്ധിച്ചിരുന്നു. പരിശുദ്ധ പിതാവിന്റെ സ്നേഹവും സന്തോഷവും കരുതലും ആവോളം അനുഭവിക്കുവാൻ നമുക്ക് ഇടയായി. പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന നമുക്ക് താങ്ങും തണലുമായിരിക്കട്ടെ. സ്വാഗത പ്രസംഗത്തിനും ബാവ തിരുമനസിന്റെ ഓർമ്മ പങ്കുവെക്കുന്നതിനുമായി മാർ ബസേലിയോസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ മിസസ് നിനി എബ്രഹാം മാമിനെ ക്ഷണിക്കുന്നു. ദൈവഹിതപ്രകാരം കർത്തസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി വന്നു ചേർന്നിരിക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. സ്കൂളിന്റെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ ഈ മീറ്റിംഗിൽ പ്രാർത്ഥന നടത്തുന്നതിനും ബാവയുടെ അനുസ്മരണ പ്രസംഗത്തിനുമായി എത്തിയിരിക്കുന്നത് ദേവലോകം കാതോലിക്ക ചരമന മാനേജർ ബഹുമാനപ്പെട്ട LK കുര്യൻ അച്ഛനാണ്. ഏത് കാര്യത്തിന് സമീപിച്ചാലും വളരെ താല്പര്യപൂർവ്വം സ്കൂളിന് വേണ്ട കാര്യങ്ങൾ തന്നാൽ സാധിക്കും വിധം വേഗത്തിൽ അച്ഛൻ നടത്തിച്ചു തരുന്നത് ഈ അവസരത്തിൽ നന്ദിയോടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട കുര്യൻ അച്ഛനെ ഈ മീറ്റിംഗിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ ജേക്കബ് കുര്യനോട് കഴിഞ്ഞ 4 വർഷമായി സ്കൂളിന്റെ സെക്രട്ടറിയും ട്രഷററുമായി പ്രവർത്തിക്കുന്നു. സർ സ്കൂളിന്റെ നടത്തിപ്പിന് വേണ്ട കൃത്യമായ ഉപദേശവും മാർഗനിർദ്ദേശങ്ങളും തന്ന് നമ്മോടൊപ്പമുണ്ട്. എത്ര തിരക്കുണ്ടെങ്കിലും സ്കൂളിന്റെ എല്ലാ പ്രധാനപ്പെട്ട പരിപാടികളെ സംബന്ധിച്ച് നമ്മോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഓണാട്ട് സാറിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്കൂളിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ദിനംതോറും നോക്കി നടത്താനുള്ള ചുമതല നൽകി ബാവ തിരുമേനി ഭരമേൽപ്പിച്ച നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ പ്രൊഫസർ സെക്രട്ടറി ഡാനിയൽ സാറിന്റെ സാന്നിധ്യം ഈ സ്കൂൾ
എപ്പോഴും ഉണ്ട്. സാറിനെയും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കോവിഡ് പാൻഡമിക് സിറ്റുവേഷന് തൊട്ടു മുൻപ് സ്കൂൾ സാധാരണ നിലയിൽ പ്രവർത്തിച്ചിരുന്ന സമയം വരെ വളരെ ആക്റ്റീവായ ഒരു PTA ആണ് നമുക്കുള്ളത്. സ്കൂളിന്റെ വളർച്ചയ്ക്കായി വേണ്ടുന്ന എല്ലാവിധ സജഷൻസും നൽകുന്നതിലും തീരുമാനങ്ങൾ എടുക്കുന്നതിലും PTAയുടെ പങ്ക് എടുത്തു പറയത്തക്കതാണ്. എല്ലാ പേരൻസിന്റെയും പ്രതിനിധിയായി ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന് PTA പ്രസിഡന്റ് ശ്രീ അജയ് ജോർജ് വർഗീസ് ഇവിടെ എത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അല്പം വൈകുമെങ്കിലും അത്യാവശ്യം കാരണം ഒരു മീറ്റിംഗിലായി പോയതുകൊണ്ടാണ് ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്തതുകൊണ്ടാണ് അല്പസമയത്തിനകം അദ്ദേഹവും ഇവിടെ വന്നു ചേരുന്നതാണ്. അദ്ദേഹത്തിനെ മുന്നമേ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപകരെയും അനധ്യാപകരെയും വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് എത്തിയിരിക്കുന്ന ഹെഡ് ബോയ് യദുനന്ദനെ, ഹെഡ് ഗേൾ ശ്രേയ ജേക്കബിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ മീറ്റിംഗിൽ വന്ന് സംബന്ധിക്കാനാവാതെ ഓൺലൈനിൽ സംബന്ധിക്കുന്ന എല്ലാ അധ്യാപക അനധ്യാപകരെയും മാതാപിതാക്കളെയും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും നമ്മുടെ മാനേജർ ബാബ തിരുമേനിയുടെ അനുസ്മരണ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2016 മെയ് 2-ാം തീയതി തികച്ചും അപ്രതീക്ഷിതമായി മാർ ബസേലിയോസ് പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പലായി ചാർജ് എടുത്ത ദിവസം എന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും സുപ്രധാന നിമിഷങ്ങളിലൊന്നാണ്. സ്കൂളിന്റെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന തോമസ് ജോൺ സാറിന്റെ ശുപാർശ പ്രകാരം എന്നെ ഈ സ്ഥാനത്തേക്ക് ബാബ അപ്പോയിന്റ് ചെയ്ത ദിവസം. എന്റെ ജീവിതത്തിൽ ഈ പ്രൊമോഷൻ ഇന്നും ഒരു അവിശ്വസനീയ സംഭവമാണ്. അപ്പോയിന്റ്മെന്റ് ഓർഡർ സ്വീകരിക്കാൻ ദേവലോകം അരമനയിൽ എത്തിയതും തികച്ചും പരിഭ്രമിച്ച് പതറി നിന്ന എന്നെ ധൈര്യപ്പെടുത്തി പ്രാർത്ഥിച്ച് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതും ജീവിതത്തിലെ ധന്യ നിമിഷമായി ഓർമ്മയിൽ എന്നും ഞാൻ സൂക്ഷിക്കും. ആ സ്നേഹസ്പർശം ഇനിയില്ല എന്നത് ഒരു തീരാദുഃഖമാണ്. എല്ലാ കൂടിക്കാഴ്ചയിലും അത്യധികം വാത്സല്യത്തോടെ താല്പര്യത്തോടെ സ്കൂളിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും എല്ലാത്തിലുമുപരി ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം എടുത്തു പറഞ്ഞ് അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് നന്ദിയോടെ സ്മരിക്കും. എല്ലാ ആനുവലിലേക്കും വന്ന് ക്ഷമയോടെ മണിക്കൂറുകളോളം ഇവിടെ ചെലവഴിച്ചത് പ്രസംഗങ്ങളും ആനുവൽ റിപ്പോർട്ടും എല്ലാം ശ്രദ്ധയോടെ ശ്രമിച്ചു. സ്കൂളിനോടുള്ള പ്രത്യേക സ്നേഹവും താല്പര്യവും ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മക്കളെ ഈ വിദ്യാലയത്തിലെ ആവോളം വളർത്തണം എന്ന് ഭരമേൽപ്പിച്ച് കടന്നുപോയ നമ്മുടെ ഫൗണ്ടർ മാനേജർ ഏഞ്ചൽ ബാബായോടൊപ്പം പിൻഗാമിയായി വന്ന നമ്മുടെ രണ്ടാമത്തെ മാനേജർ ദിദിമോസ് ബാബായോടൊപ്പം നമുക്ക് വേണ്ടി കർത്തസന്നിധിയിൽ അപേക്ഷിക്കുവാനും സ്കൂളിന്റെ മുന്നോട്ടുള്ള തുടർ പ്രവർത്തനങ്ങളിൽ ഈ പിതാവിനോടും നമുക്ക് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കും. നമ്മുടെ പാരമ്പര്യവും വിശ്വാസവും അനുസരിച്ച് വാങ്ങിപ്പോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം ഏവരും കടപ്പെട്ടവരാണ്. കർത്താവിന്റെ രണ്ടാം വരവ് വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയെ പ്രാർത്ഥനയോടെ വാക്കുകൾ ചൊല്ലുന്നു. നന്ദി. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞച്ചനെ അനുസ്മരണ പ്രഭാഷണത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊടുക്കുന്നു. ഈ സഭയുടെ പരമാധ്യക്ഷനായിരുന്നു കടന്നുപോയ പിതാവ് അദ്ദേഹം സ്ഥാനമേറ്റ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് എന്നെയും ദേവലോകത്തിന്റെ മാനേജരായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്.
വളരെ അവിചാരിതമായിട്ട് ദൈവനിയോഗപ്രകാരം അന്ന് പല കഴിവുള്ള പല സ്വാധീനവും സഭയിൽ പലവിധമായി ഉണ്ടാകുന്നവരൊക്കെ ഉണ്ടായിട്ടും അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് ദൈവത്തിന്റെ ഒരു വിളി നമ്മളിൽ ഈ പിതാവ് വയസ്സാലത്തേക്ക് കടന്നു വരികയായിരുന്നു. സഭ വളരെ പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തെ അനുവദിച്ച അവസരത്തിൽ വളരെ ദീർഘകാലം സഭയ്ക്ക് ഒരു ശുശ്രൂഷ ലഭിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ അദ്ദേഹം കടന്നു വന്ന അവസരത്തിലായിരുന്നാലും സഭയെ സംബന്ധിച്ച് ഒത്തിരി പ്രധാനപ്പെട്ടതും കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നുപോകുന്നത്. നമുക്കും അറിയാം, വലിയ വിദ്യാഭ്യാസ ലക്ഷ്യമൊന്നുമല്ലായിരുന്നു. അദ്ദേഹം എന്നുള്ളത് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ കടന്നു വന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ അതൊക്കെ ആയിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ സഭയിലെ പ്രത്യേകിച്ച് ഈ സ്ഥാപനം ഇതുപോലെയുള്ളതായ അദ്ദേഹം തുടങ്ങി ആരംഭിച്ചതാണ് കൈമല ആശുപത്രി, ഗോതമംഗലത്തുള്ളതായ പിന്നായുള്ള കുട്ടികൾക്കുള്ളതായ സ്ഥാപനം, ഒത്തിരി പല സ്ഥാപനങ്ങളും അദ്ദേഹത്തിന്റെ ഭരണഘടനയിൽ വളർത്തുവാൻ തക്കോളം ശ്രമിക്കുകയും അതൊക്കെ ഒരു വിജയത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇവർക്ക് ഓർപ്പിക്കുന്നത് പോലെ ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വലിയ ശ്രദ്ധയേറിയ അങ്ങേയറ്റം ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉള്ളതായിരുന്നു. മുൻപോട്ടുള്ള വളർച്ചയിൽ ഞാൻ പറയാതെ നമുക്കും അറിയാം. എന്നാൽ ആവശ്യമില്ലാത്ത ഇടപെടലുകളില്ലാതെ പ്രവർത്തിക്കുന്നവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അതിനെ വളർത്തുവാനുള്ള ഒരു നല്ല കഴിവ് മൃഗമാകുന്നാൽ പലപ്പോഴും സാധിക്കാത്ത കാര്യമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചതല്ല, ഇവിടെ ഓർപ്പിച്ചതുപോലെ എല്ലാ കാര്യങ്ങളിലും മേൽനോട്ടമുണ്ടെങ്കിൽ പോലും പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം. ഞാനവിടെ മാനേജരായിട്ടിരിക്കുകയാണെങ്കിലും എനിക്കുള്ള എൻ്റെ അനുഭവത്തിലും അറിയാം, അദ്ദേഹം നൽകിയിട്ടുള്ളതായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പരമപ്രധാനമായ കാര്യം. ഇന്ന് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഈ 10 വർഷക്കാലം വളരെ പ്രാധാന്യം അറിഞ്ഞില്ല. ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ അറിയുന്നത് ഞാൻ കടന്നു പോകുന്നില്ല. ഇന്ന് അനേകം ആളുകളാണ് ആ കമ്മിറ്റിയിലേക്ക് വരുന്നത്. പല കുറേക്കുള്ളവർ വലിയ കാരണങ്ങൾ ഓട്ടോറിക്ഷയിൽ വരുന്നവർ നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആളുകളുടെ കടന്നുവരുവാണെങ്കിൽ രാജ്യത്ത് വൈകുന്നേരം വരും. എന്താണെന്ന് ചോദിച്ചാൽ ഏകദേശത്തിലുള്ള ഒരു പ്രത്യേകത, ആരെ കണ്ടാലും ഒന്ന് സംസാരിക്കും, ഒന്ന് ചിരിക്കും. അതൊക്കെ മനുഷ്യ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനം തരുന്ന കാര്യമാണ്. പല പിതാക്കന്മാരുണ്ടായിരുന്നു. പലപ്പോഴും ഇദ്ദേഹത്തിന് വിളിച്ച ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പലപ്പോഴും സഭയുടെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നത് പലപ്പോഴും 80-85 വയസ്സ് കഴിയുമ്പോഴാണ്. പലപ്പോഴും ഈ പിതാവിനെ കുറിച്ചൊരു കാര്യം എന്ന് പറയുന്നത് 65 ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് നമ്മൾ അവസരം ലഭിച്ചു. ലഭിച്ച അവസരങ്ങൾ ദൈവം നല്ലതുമായ രീതിയിൽ വിനിയോഗിക്കാൻ തക്കവണ്ണം എല്ലാവരുമായിട്ടും സ്നേഹത്തോടെ ഇടപെടുവാൻ തക്കവണ്ണം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട് പ്രയാസപ്പെടുത്തുമ്പോഴും അവിടെ അറിയാം പണത്തിന് പിന്നിൽ വരുന്ന ഭിക്ഷക്കാർ പോലും അങ്ങനെ അദ്ദേഹം നൽകിയില്ല. നമ്മൾ പലപ്പോഴും പറയും പലപ്പോഴും ഒന്നും മറച്ചു വയ്ക്കാതെ പറയുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് പലരും ഓടുന്നത് പല കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം നിർമ്മലനായ ഒരു മനുഷ്യനായിരുന്നു, പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു, ലോകമാർന്ന മനുഷ്യനാണ്. ഇത്രയും അധികം ലോകം അദ്ദേഹത്തെ ഓർക്കുവാൻ തക്കവണ്ണം വിദേശ രാജ്യങ്ങളിൽ പോലും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തുവാൻ തക്കവണ്ണം കഴിയുമെന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ജീവിച്ചിരുന്നപ്പോൾ അറിയാൻ കഴിയുന്നതായ ആ സൗഭാഗ്യമാണ്. സഭയ്ക്ക് ലഭിച്ച വലിയ മര്യാദയാണ്. ഒരു അവസരത്തിലൊക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ളതായ നന്മകൾ, സേവനങ്ങൾ പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ കണ്ടെത്തിയിട്ടുള്ളവർക്ക് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് യാതൊരു കലഹനമില്ലാതെ ജാഥയില്ലാതെ അദ്ദേഹത്തിന്റെ ആ സ്ഥാനം എന്നതാണെന്ന് അപ്പുറമായിട്ട് ശിശുവിനായിട്ട് സാധാരണക്കാർ
വലിയ നേട്ടങ്ങളൊന്നുമല്ല. മനുഷ്യത്വത്തെ ജീവിക്കണമെങ്കിൽ, മറ്റുള്ളവരെ ഓർക്കണമെങ്കിൽ മനുഷ്യനായിട്ട് ജീവിക്കണം, കരുണയുള്ളവനായിട്ട് ജീവിക്കണം, സഹതാപമുള്ളവനായിട്ട് ജീവിക്കണം. നമ്മുടെ വിദ്യാഭ്യാസവും മറ്റു തലങ്ങളൊന്നും നല്ല കാര്യം. മറ്റുള്ളവരെ കരുതുവാനും ഓർക്കുവാനും മനസ്സിലാക്കുവാൻ കഴിയുമ്പോൾ അവിടെയാണ് സജീവനായിട്ട് ജീവിക്കുന്നത്. ഇത് മാതൃകയാണ് അദ്ദേഹം കാണിച്ചു വെച്ചിട്ട് പോയത്. അദ്ദേഹത്തിന്റെ സ്മരണം നടത്തുന്നത് ലോകം മുഴുവൻ നടത്തുന്നത്. എല്ലായിടത്തും ഇപ്പോൾ കോവിഡിൻ്റെതായ മാനദണ്ഡങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. എന്നോട് പലരും പറയും, ദേവലോകത്ത് താമസിക്കുന്ന പ്രായങ്ങളൊക്കെ പറയും, യൂറിസ്റ്റിയുടെ കവളൊക്കെ വലിയ ആവാൻ പറയുന്ന അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ഈ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് നിയന്ത്രിക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ആൾക്കൂട്ടവും ആൾഭയവും വലിയ അതില്ലായിരുന്നെങ്കിൽ, കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു വലിയ ഒരു സംഭവമായി മാറിയിരിക്കുന്നത്. ഓർപ്പിക്കുന്നത് വെറും സാധാരണക്കാരായിട്ട് ജീവിക്കാൻ ഓഫീസ് വിദ്യാഭ്യാസത്തിൻ്റെയോ വലിയൊരു ഉയർച്ചയിലും മറ്റും വലിയ മാതൃകയായിട്ട് ദൈവദിവ്യനായിട്ട് ദൈവസ്നേഹമുള്ളവനായിട്ട് മറ്റുള്ളവർ അറിയുള്ളവനായിട്ട് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ആഗ്രഹിക്കുന്നവനായിട്ട് ജീവിച്ചതുകൊണ്ട് ഇപ്പോഴത്തെ ജീവിതത്തിൽ ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ അത് അദ്ദേഹത്തിന് മുഖത്ത് പ്രകടമായിരുന്നു. അദ്ദേഹത്തിന് മാർച്ചുവെക്കുന്ന സ്വഭാവമില്ലേ, അദ്ദേഹം തുറന്നു പറയും, അത് അദ്ദേഹത്തിന് മുഖത്ത് പ്രകടമായിരുന്നു. അങ്ങനെ കളങ്കമില്ലാതെ നല്ല മനുഷ്യനായിട്ട് ദൈവതുല്യനായിട്ട് അദ്ദേഹത്തിന് മോപ്രസന്നത അത് തന്നെ ഒഴിവാക്കുന്ന കാര്യമാണ്. ആ ഒരു അനുഭവത്തിൽ ഈ ലോകത്ത് കടന്നു പോകാനായിട്ട് എല്ലാവർക്കും ഓരോരോ അനുഭവത്തിൽ പറയാനുള്ള അദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം അദ്ദേഹത്തിന് നിത്യശാന്തി കൊടുക്കട്ടെ. അദ്ദേഹം കുറച്ചുകൂടി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും സഹോദരൻ കടന്നു പോയിട്ടുണ്ട്, അവരുടെ അടുത്തേക്ക് കടന്നു പോകുക വലിയ പ്രത്യാശയോടെ കടന്നു പോയത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് കോട്ടയത്ത് തന്നെ കിടക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മളത് അദ്ദേഹം അവിടെ നല്ലൊരു ആഗ്രഹിച്ചെന്നാൽ അതല്ല, മറിച്ച് സെൻട്രൽ ക്വസ്റ്റ്യനാണ്. എല്ലാവർക്കും വരുവാനും കാണുവാനും ബന്ധപ്പെടുവാനും ഒക്കെ കഴിയുന്ന ഒരവസ്ഥയാണ്. ഇവിടെ തന്നെ അദ്ദേഹത്തിന് ഗവർണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ഈ സ്ഥാപനത്തെ അങ്ങേയറ്റം സ്നേഹിച്ചതാണ്, ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. തീർച്ചയായും ആ പിതാവിനെ ഓർത്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ ലക്ഷ്യമിട്ടോ എന്തൊക്കെ ആഗ്രഹിച്ചോ അത് അതിന്റെ ഉന്നതിയിൽ എത്തിക്കുവാനൊക്കെ വേണം. നമ്മളൊക്കെ പ്രതിജ്ഞാബദ്ധരാണ്. ആ രീതിയിൽ പ്രവർത്തിക്കുവാനൊക്കെ പിതാക്കന്മാരെ ആരംഭിച്ചതായി മാതൃസ്തീഭാവായി പിതാവ് വരെ ഇത് ആ ഒരു നല്ല ഉന്നതിയിലെ സമൂഹത്തിനുള്ള നല്ല സ്ഥാപനമായിട്ട് ഉയർച്ചയിൽ വളരുവാൻ വരുവാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടാകും. നിങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ ആ രീതിയിൽ പോകണം. ഈ പിതാക്കന്മാരുടെ കാലടികൾ അവരുടെ പ്രാർത്ഥന മാർഗദീപമാകട്ടെ. എല്ലാ രീതിയിലുള്ളതായ മംഗളങ്ങൾ നേരുന്നു. ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പിതാവിന് നിത്യശാന്തി അർപ്പിച്ചുകൊണ്ട്, ആത്മാവിന് നിത്യശാന്തി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വെച്ചിരുന്നു. സ്കൂൾ സെക്രട്ടറി പ്രൊഫസർ ജേക്കബ് കുര്യനോണാട് സാറിനെ പരിശുദ്ധ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വിജയിച്ചൻ, പ്രിയപ്പെട്ട സെക്രട്ടറി സാറ്, മേഡം, സമാജത്തിലെ സ്നേഹിതരെ, പരിശുദ്ധ ബാബാതിരുമേനിയുടെ കടന്നുപോക്ക് നമുക്കെല്ലാവർക്കും വലിയ തീരാനഷ്ടമാണ്. ഇന്ന് 2:30 മണിക്ക് ഒരു അടിയന്തര വർക്കിംഗ് കമ്മിറ്റിയുണ്ട്. നിങ്ങളൊരു വിഷയം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ബാബാതിരുമേനി ഇല്ലാത്തപ്പോൾ സഭയുടെ എക്സിക്യൂട്ടീവ് തീരുമാനങ്ങളെല്ലാം കൈക്കൊള്ളുന്ന പരമോന്നത സഭയാണ് വർക്കിംഗ് കമ്മിറ്റി. അടിയന്തരമായി 2:30 മണിക്കൊരു മീറ്റിംഗ് വെച്ചു. എനിക്ക് പോയേക്കൊണ്ടാണ് ഞാൻ ഈ വിഷ്വൽസ് അല്പസമയത്തേക്ക് മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ട് ഇവിടെ നിൽക്കുന്നത്. ദീർഘമായി സംസാരിക്കുന്നത്, ഈ സ്കൂളിന് ഒരു സിംഗുലർ പൊസിഷനാണ് മലങ്കര സഭയിൽ. ദിസ് ഈസ് ദ ഓൺലി സ്കൂൾ governed directly by the central administration of the church. എല്ലാ സ്ഥാപനങ്ങളുടെയും എഡ്യൂക്കേഷൻ ഏജൻസി പരിശുദ്ധ ബാബാതിരുമേനിയാണ്. പക്ഷേ ഈ സ്കൂൾ മാത്രം ബാബാതിരുമേനിയുടെ നേരിട്ടുള്ള ഭരണത്തിലാണ്. അദ്ദേഹത്തിന്റെ സ്നേഹവാത്സല്യങ്ങൾ ധാരാളമായി നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മകൾ ധാരാളം പറയാനായി ഉണ്ടാവും. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് റഷ്യയുടെ ദേവലോകത്തിന് മടങ്ങേണ്ടതുകൊണ്ട് ദീർഘമായി സംസാരിക്കുന്നുണ്ടെങ്കിലും 2-3 ചെറിയ കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ ബഹുമാനപ്പെട്ട കുര്യനച്ചൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്രീതി ഉണ്ടെങ്കിൽ മുഖത്തലിച്ചതുപോലെ പറയും, സന്തോഷമുണ്ടെങ്കിൽ അതുപോലെ പ്രശംസിക്കുകയും ചെയ്യും. അനുഭവങ്ങൾ പല
അപ്പോ ചില കാര്യങ്ങളൊക്കെ നല്ലത് ചെയ്യുമ്പോൾ തലോടെ കിട്ടും. അതേസമയം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വാളി പോകുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശകാരവും അല്പം ഡിസ്പ്ലഷറും ഒക്കെ ഏറ്റുവാങ്ങേണ്ട അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മറച്ചു വയ്ക്കുന്നില്ല. ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ അപ്രീതിയൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം പറയും, അന്നേരം. രണ്ട്, അദ്ദേഹം ഒരു സാധാരണക്കാരനായിരുന്നത് അദ്ദേഹം എന്നും പറയും. സെറാംപൂർ യൂണിവേഴ്സിറ്റി PhD ബിരുദം ഓണോറിസ് കോസ, ഓണററി ഡോക്ടറൽ ബിരുദം വെച്ച് നീട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭാരതത്തിലെ രണ്ടാമത്തെ സഭയുടെ പ്രധാന മേലധ്യക്ഷനൊക്കെ, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ഒരു PhD ബിരുദം നേടിയെടുക്കാനുള്ള വൈഭവമോ പരിജ്ഞാനമോ അറിവോ എനിക്കില്ല. അത് വേണ്ടായിരുന്നു. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ ആര് പറയും ഇങ്ങനെ ഒരു വലിയ ഒരു ഓഫർ ഏറ്റവും വലിയ ക്രൈസ്തവ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നപ്പോൾ വേണ്ട എന്ന് പറയത്തക്ക എളിമ ആർക്കൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ ചിന്തിക്കുക. അദ്ദേഹം വളരെ ഹംബിൾ ബിഗിനിങ്സിൽ നിന്ന് വന്നയാൾ. അത് പറയുന്നതിനൊന്നും ഒരു മടിയില്ല. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തൃശൂർ സെന്റ് തോമസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ 10 രൂപ ഫീസാണ്. 10 രൂപ കൊടുക്കാനില്ല. അതുകൊണ്ട് 5 രൂപ ഫീസ് കൊടുത്താൽ മതി പള്ളിയിൽ, പടിഞ്ഞാറേക്കോട്ട സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയിൽ താമസിപ്പിക്കും. തൃശ്ശൂര് ഒരു വ്യവസ്ഥ, പള്ളിമണി അടിക്കണം, വിളക്ക് കത്തിക്കണം രാവിലെയും വൈകിട്ട്. ഞാൻ ചെയ്തോളാം പറഞ്ഞ 5 രൂപ സബ്സിഡി വാങ്ങിച്ചതിനെ പറ്റി അദ്ദേഹം പറയും പലപ്പോഴും. കാരണം അതൊന്നും ഒരു കുറച്ചിലായിട്ട് കരുതിയില്ല. ഞാൻ ഹംബിൾ ബിഗിനിങ്സിൽ നിന്ന് വന്നയാളാണ്. രാവിലെ 4 മണിക്ക് എന്റെ അപ്പന്റെ കൂടെ അധ്വാനിച്ചിരുന്നു. കൗമിന് വെള്ളം പോലുമായിരുന്നു. വീട്ടിൽ കൃഷികാര്യങ്ങളിൽ അപ്പനെ അമ്മയെ സഹായിച്ചിരുന്നു. പറയാനായിട്ടൊന്നും ഒരു മടിയിലില്ലാത്ത ആളായിരുന്നു. 3, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതം അധികം പേർക്ക് അറിയില്ല. എന്റെ വീടിന് തൊട്ടടുത്ത് ഒരു ചെറിയ ദേവാലയം ഭാഗ്യസ്മരണാർത്ഥനായ ഈവാനിയോസ് തിരുമേനി സ്ഥാപിച്ച നേരിയാകുഴി മാർ ബസേലിയോസ് ദേറ. മാസത്തിൽ 3 ദിവസം അദ്ദേഹം അവിടെ വന്ന് താമസിക്കും. സമ്പൂർണ്ണ നിശബ്ദതയും മൗന പ്രാർത്ഥനയും, ആരോട് സംസാരിക്കില്ല, ഫോൺ അറ്റൻഡ് ചെയ്യില്ല. ഞാൻ ബസേലിയോസ് കോളേജിന്റെ പ്രിൻസിപ്പലായിട്ട് 7 കൊല്ലം കോളേജ് നടത്തിയ കാലത്ത് മാനേജർ അദ്ദേഹമാണ്. ഒരു ഇഷ്യൂ വന്നു, ചെന്ന തിരുമേനിയോടൊന്ന് ചോദിക്കണം, വിണ്ടുകേര ഈ 3 ദിവസം മൗനവ്രതം അവിടെ ഇന്ന് പ്രാർത്ഥിക്കും. പിന്നെ അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ കടലാസിൽ എഴുതിക്കൊണ്ട കാണിച്ചാൽ കാലകൂലക്കും അനുവദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പൊക്കോളം. അതല്ലാതെ അദ്ദേഹം ഈ മൗന വ്രതാചരണത്തിന്റെ ദിവസങ്ങളിൽ ഒന്നുമേ പറയില്ല. നോയമ്പ് നമസ്കാരം ഒക്കെ കൃത്യമായി നോക്കും. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യമായിരുന്നു തീരുമാനങ്ങൾ എടുക്കാൻ അതിൽ നിന്നും മാറി. അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇവിടെ മന്ത്രിമാർക്കൊക്കെ ഒരു ചെറിയ അസുഖം വന്ന ഉടനെ അമേരിക്കയിൽ യൂറോപ്പിലും പോകില്ലേ, തിരുവേലി എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ ചികിത്സിക്കാൻ ആള് മർത്തവും സഭയ്ക്കുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ ഒരു ക്യാൻസർ സെന്റർ സ്ഥാപിച്ചിട്ടുണ്ട്, ഇന്റർനാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ സാധാരണക്കാർക്ക് ലഭിക്കുന്ന ട്രീറ്റ്മെന്റ് മതി എനിക്ക്. ഇത് എന്റെ സ്വന്തം തീരുമാനമാണ്, ആരും പറഞ്ഞ് അടിച്ചേൽപ്പിച്ചിട്ടുള്ള തീരുമാനമല്ല, എന്റെ സ്വന്തം തീരുമാനമാണെന്ന് പറഞ്ഞു അവിടെ കിടന്ന് അവിടെ കിട്ടിയ ചികിത്സ മാത്രം സ്വീകരിച്ച് വാങ്ങിപ്പോവുകയായിരുന്നുവെന്ന് എനിക്കറിയാം. എല്ലാവർക്കും വ്യക്തിപരമായ ഓർമ്മകളുണ്ട് അദ്ദേഹത്തെ പറ്റി എനിക്കുമുണ്ട്. 2007 തിരുവേനി ആദ്യമായിട്ട് അമേരിക്കയ്ക്ക് പോയി. അതുവരെ അദ്ദേഹം 10-20 കൊല്ലം എത്താനായിട്ട് അമേരിക്കയ്ക്ക് പോയി. അമേരിക്കയിൽ നിന്ന് ഒരു ഭദ്രാസനത്തിന്റെ വാർഷിക കോൺഫറൻസ്. ആ കോൺഫറൻസിൽ ഉദ്ഘാടനം ചെയ്യാൻ തിരുവേനിയെ ക്ഷണിച്ചു. മുഖ്യ പ്രഭാഷകനായി എന്നെ ക്ഷണിച്ചു. അന്ന് ആ പര്യടനത്തോടെ അദ്ദേഹവുമായിട്ട് ഏറ്റവും അടുക്കാനൊക്കെ ഇടയായി. അന്ന് ഞാൻ പാപ്പാടി KG കോളേജിന്റെ പ്രിൻസിപ്പൽ. അവിടെ ഫ്ലോറിഡയിൽ അച്ഛന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ രാത്രികാലങ്ങളിൽ എവിടെയോ ഞാൻ പറഞ്ഞു, 6-7 കൊല്ലമായി പാപ്പാടിയിൽ ഇരിക്കുന്നു. ചെറിയൊരു കോളേജാണ്, അവിടെ ഇനി അധികം വികസിക്കാനൊന്നുമില്ല, കോഴ്സുകളില്ല. എനിക്ക് ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിച്ചു ആസ്വദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക്
എനിക്ക് പഠിപ്പിക്കാൻ കോഴ്സുകൾ പഠിപ്പിക്കാൻ ബസേലിയോസ് കോളേജിൽ നിന്ന് EM ഫിലിപ്പച്ചൻ റിട്ടയർ ചെയ്യുമ്പോൾ ഞാൻ അങ്ങോട്ട് പോന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് എനിക്കൊരു വാക്ക് തന്നു, I am with you from Medan. അദ്ദേഹമാണ് എന്നെ അവിടെ കൊണ്ടാക്കിയത്. 7 കൊല്ലം ഞാൻ ഇരുന്നപ്പോൾ എല്ലാ സപ്പോർട്ടും തന്നു. ലോകത്താരും പ്രതീക്ഷിച്ചിരിക്കില്ല എന്നെ പോലെ ഒരാൾ വർക്കിംഗ് കമ്മിറ്റി. നിങ്ങൾക്കറിയാം, വർക്കിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മലയാള മനോരമ പത്രാധിപരായിരുന്ന KM മാത്യു, മാത്തുക്കുട്ടിച്ചായനെ, പടിഞ്ഞാറക്കര അവറാച്ചായനെ പോലെയുള്ള ആളുകൾ ഇരുന്ന കമ്മിറ്റിയാണ് വർക്കിംഗ് കമ്മിറ്റി. ഒരു സാധാരണക്കാരനായ എന്നെ ഈ സഭയുടെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് നിയോഗിക്കുമെന്ന് ചിന്തിക്കാൻ എനിക്കന്നല്ല ആർക്കും സാധിച്ചിരുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ 4 കൊല്ലം മുമ്പ് വിളിച്ചു പറഞ്ഞു, വർക്കിംഗ് കമ്മിറ്റിയിൽ സാറിനെ നോമിനേറ്റ് ചെയ്യാൻ ബാബാതിരുമേനി കൽപ്പിച്ചുവെന്ന സെക്രട്ടറി അച്ഛനും ബിജുമൻ സാർ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതത്തോടെ ആണത് സ്വീകരിച്ചത്. 2-3 മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു ദൗത്യം വരനേൽപ്പിക്കാൻ പോവുകയാണ്. നോ എന്ന ഒരു വാക്ക് എന്നോട് പറയരുത്. മാർ ബസേലിയോസ് സ്കൂളിന്റെ സെക്രട്ടറിയും ട്രഷററുമായിട്ട് നിയമിച്ചു. കൽപ്പന അവിടെ അച്ചടിച്ചിട്ടുള്ളത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകുമോ, ഇങ്ങോട്ടൊന്നും പറയണ്ട എന്ന് പറഞ്ഞു. അതൊക്കെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും നിയോഗങ്ങളുമായിട്ട് സ്വീകരിക്കുന്നു. എന്റെ ജീവിതത്തിൽ അദ്ദേഹം നൽകിയ എല്ലാ കൈത്താങ്കലും സ്നേഹത്തോടെ സ്മരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ നമുക്കെല്ലാവർക്കും തീർച്ചയായും സ്ഥാനമുണ്ട്. ഈ സ്ഥാപനത്തിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കും. അദ്ദേഹത്തിന്റെ നിത്യസ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങാൻ അത്യാവശ്യമായിട്ട് പോകേണ്ടതുകൊണ്ട് സമയം അനുവദിക്കുക. എല്ലാവർക്കും നന്ദി. പരിശുദ്ധ പിതാവിന്റെ മാർ ബസേലിയോസ് സ്കൂൾ സന്ദർശനത്തിന്റെ ദൃശ്യാവിഷ്കാരം.
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് നിങ്ങൾക്ക് ഞാൻ വിട്ടുതരുന്നു. അതേക്കുറിച്ച് ഒട്ടും തന്നെ എനിക്ക് ഒരു ഭാരവുമില്ല, ഒരു സങ്കടവുമില്ല. കാരണം ഏത് രോഗത്തെയും കൈനീട്ടി സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ് എനിക്കുള്ളത്. എത്ര നാൾ ജീവിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യം എന്നുള്ളൊരു നിലപാട്, മനസ്സിൽ ഉറച്ച നിലപാട് മുമ്പുമുണ്ട്, ഇപ്പോഴുമുണ്ട്, ഇനിയും ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ബോധ്യവും അതാണ്. അത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുന്നു. സൂചനയൊന്നും നീ തന്നില്ലല്ലോ. ബലിയർപ്പണത്തിനായി നിങ്കലേക്കല്ലേ നീ യാത്ര ചോദിച്ചിതാ ഞാൻ പോകുന്നു. സൽക്കർമ്മങ്ങൾ കൂടെ കൂട്ടായുണ്ടെപ്പോഴും ദുഷ്ടാത്മസേനയെ പായിച്ചിടാൻ മഷിഹാമന്നന്റെ ആ മഹിമാസന്നിധിയിൽ മാലാഖമാർ വന്ന് കൊണ്ടുപോകും. ഒരു നാളും നിൻ മുഖം കാണുകയില്ലേനി നാഥൻ വീണ്ടും വരും നാളുകൾ വരെ. നാഥൻ ഗേഹേ പാർക്കും വിഗതർക്കൊപ്പം ചേരാൻ ശ്രേഷ്ഠാചാര്യായിപ്പോൾ ശുഭമായി പോകാം. നമ്മുടെ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ പ്രൊഫസർ സക്രിയ ടി ഡാനിയൽ സാറിനെ ബാവ തിരുമനസിനോടൊപ്പമുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനായി ക്ഷണിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനും നമ്മുടെ ഈ സ്കൂളിന്റെ 11 വർഷത്തെ മാനേജരായിരുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് തൃതീയൻ കാതോലിക്ക ബാവ കാര്യവധിക്കുള്ളിൽ ജൂലൈ 11-ാം തീയതി പറഞ്ഞു. ഇത് സഭയുടെ എല്ലാവർക്കും, സഭയ്ക്കും നമ്മുടെ സ്കൂളിനും ഒരു തീരാത്ത നഷ്ടവും പ്രയാസവും ഉളവാക്കുന്ന ഒന്നാണ്. പരിശുദ്ധ കാതോലിക്കബാവിനെ വേണ്ടി പറയുമ്പോൾ ഈ ധാരാളം കാര്യങ്ങൾ പറയാനുള്ള അതൊന്നും പറയുന്നില്ല, അതിനുവേണ്ടി വിഷമിക്കേണ്ട ഏതായാലും ഇതില്ല. പല കാതോലിക്കബാവമാരുടെ ദേവലോകത്ത് നമ്മുടെ സഭയെ പരിശോധിക്കുന്നെങ്കിലും ഈ പരിശുദ്ധ പിതാവിന് മാത്രമാണ് ഇത്രമാത്രം അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്നത്. ഈ സ്കൂളിൽ വരുന്നതിന് മുമ്പായിട്ട് തന്നെ തിരുമേനിയുമായിട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള പരിചയമാണ്. തിരുമേനി MA-ക്ക് അന്ന് കോളേജനായിട്ട് MA-ക്ക് CMS കോളേജിൽ പഠിക്കുമ്പോൾ ആ കോളേജിന് മുന്നിലെ സഭയുടെ ഒരു സ്ഥാപനമുണ്ട്, സ്റ്റുഡൻറ് സെന്റർ, ജിയോസിന്റെ ഒരു സ്റ്റുഡൻറ് സെന്റർ. അത് ഇന്നത്തെ കാണുന്ന കെട്ടിടമല്ല, അത് പഴയ കെട്ടിടമാണ്. അന്ന് കോളേജൻ ഈ
ഈ പരിശുദ്ധ പിതാവ് അവിടെയാണ് താമസിച്ചത്. ഞാനും അന്ന് ബസേലിയസ് കോളേജിൽ ജോലി കിട്ടി ബാധ്യതരായിട്ട് താമസിക്കുകയാണ്. അപ്പം ഞാനും ഏരിയാസാറും അന്ന് തിരുമേനിയോടൊപ്പം ഒരു വർഷം ആ സ്റ്റുഡൻസ് അതിൽ ഒന്നിച്ച് താമസിക്കാനൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ആ സ്നേഹബന്ധം ഇന്നും തിരുമേനി അവസാനം വരെ ഉറങ്ങുന്നത് ഞാൻ ഇപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. എന്നെ വളരെയധികം കരുതുകയും സ്നേഹിക്കുകയും ചെയ്ത പരിശുദ്ധ പിതാവാണ് പൗലോസ് പിതാവ്. ഞാൻ ഈ സ്കൂളിൽ വന്നത് ഒരു നിമിത്തമായി. ഞാൻ 10-14 വർഷമായി എങ്ങനെ മുനിസിപ്പൽ സ്കൂളിൽ ജോലി നോക്കിയായിരുന്നു. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഈ സ്കൂളിൽ അഡ്മിനിസ്ട്രേറ്റീവായിട്ട് വന്ന് ചാർജ് എടുക്കണമെന്ന് നിർബന്ധിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏരിയ സാറിന്റെ സ്കൂളാണ് തെങ്ങണ സ്കൂൾ. അപ്പോൾ ഏരിയ സാർ ഞാൻ കൊണ്ടുപോയിരിക്കുന്നു. ഏരിയ സാറിന്റെ അനുവാദ മണ്ഡലത്തിൽ മാത്രം തീരുമാനം ഞാൻ വരാമെന്ന്. അന്ന് ഏരിയ സഭയുടെ PR-ആണ് ഞങ്ങളത് ബാബായിട്ട് ജോലി ചെയ്യുകയാണ്. അന്ന് വൈകിട്ട് തന്നെ ഏരിയ സാറിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്കൂളിനൊരു നഷ്ടമാണ്, 14 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു, കാര്യങ്ങളെല്ലാം കൂടിയാണ് നടക്കുന്നത്, സഭയുടെ തീരുമാനം പറഞ്ഞനുസരിച്ച് കൊണ്ടുപോകുന്നതിന് എനിക്ക് സന്തോഷമാണ് പറയാം. പിറ്റേ ദിവസം ഏരിയ സാറിനെ വിളിച്ച് പറഞ്ഞ തീരുമാനം പറഞ്ഞിട്ടുണ്ട്, നീ അവിടെ പോയി ജോലി ചെയ്തോ. അങ്ങനെയാണ് ഞാൻ തിരുമേനിയെ വിളിച്ച് ഇവിടെ ആക്കി. ഞാനിവിടെ ജോലി ചെയ്യാൻ പറഞ്ഞ 2 കാര്യങ്ങൾ തിരുമേനി പറഞ്ഞു. ഒന്ന്, ഈ സ്കൂളിന്റെ ഉന്നമനത്തിന് നന്മയ്ക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്തതിന് എൻ്റെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. 2, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിരിക്കണം. ഞാനത് തിരുമേനി കാര്യം ചെയ്യുന്നതും വലിയ ആ വാക്യാണ് വായിച്ചത്. എന്ത് സംഘത്താണ് വായിച്ചത് ഞാനത് തിരുമേനിയെ അപ്പോഴപ്പോൾ അറിയിച്ചിരുന്നു. അത് അറിയാനായിട്ട് വളരെയധികം താല്പര്യവും സന്തോഷമുള്ള ഒരു വ്യക്തിയായിരുന്നു ബാബ തിരുമേനി. ഇനി തിരുമേനിയെ കുറിച്ച് നമ്മൾ ഈ സ്കൂളിൽ ഞാൻ രാവിലെ എടുത്ത ദിവസം കൊണ്ട് പല തവണയും തിരുമേനിയെ കാണാനായിട്ട് പോകാറ്. ഇപ്പൊ എന്നെ വീട്ടിൽ വിളിക്കുന്നത് എന്റെ കൈയേക്കാരൻ വിളിക്കുന്നത് അനിയെന്നാണ്. തിരുമേനിയും എന്നെ ആ പേരാണ് വിളിച്ചത്. സംഗതിയാകുന്നു സാധാരണ വിളിച്ചത്. കാരണം തിരുമേനി എന്നെക്കാൾ 2 വയസ്സ് ഇളയാണ്. ഞാൻ തിരുമേനിയെക്കാൾ 2 വയസ്സ് പോകാം. എന്നെ അനിയാന്ന് വിളിച്ചിട്ടുള്ള തിരുമേനി പറയും എന്റെ ചേട്ടനാണെങ്കിലും ഞാൻ തന്നെ അനിയാന്ന് മാത്രമേ വിളിച്ചുള്ളൂ. എപ്പോ വേണമെങ്കിലും ഏത് സമയത്തും യാതൊരു പൂർണ്ണ സാധ്യതയും തിരുമേനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിന് സമയമോ കാലമോ ഇല്ല. ഒരു ദിവസം സുപ്രഭാതത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സമയമാണെങ്കിൽ അത്യാവശ്യമായിട്ട് സ്കൂളിൽ കാര്യം പറയുന്നത് തിരുമേനി എടുത്തിരുന്നു. അപ്പോൾ സെക്രട്ടറി അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അനിയൻ വന്നിട്ടുണ്ട്, വിളിക്കാൻ പറഞ്ഞു. ഞാൻ എപ്പോഴും പറഞ്ഞു തിരുമേനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്, കഴിച്ചിട്ട് ഞാൻ കണ്ടുകൊള്ളാം. അല്ല അനിയനോട് വരാൻ പറഞ്ഞു. തിരുമേനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. തിരുമേനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുന്ന ആ ടേബിളിൽ നിന്ന് തിരുമേനി പല സാധനങ്ങൾ എനിക്ക് പറഞ്ഞിട്ട് എന്നെ ബലമായിട്ട് അവിടെ കഴിച്ചു. അത്ര എന്നോടൊന്നല്ല, അവിടെ ചേരുന്ന എല്ലാവരോടും തിരുമേനി ഇതേ സ്നേഹവാത്സത്തിലാണ് പെരുമാറുന്നത്. ആർക്കും എപ്പോഴും സാധനത്തോടും തിരുമേനി അടുത്ത് തിരുമേനി അടുത്തു വരുന്ന അവരെ ഒരിക്കലും സഹായിക്കാതെ ആ ജാതി മതഭേദമന്യേ സഭയുടെ വ്യത്യാസമന്യേ അവിടെ ചെല്ലുന്ന ആരെയും ഉദാരമായിട്ട് സംഭാവന കൊടുത്ത് സഹായിക്കാതിലേക്ക് നല്ലോണം അറിയാവുന്ന അതിന്റെ യാതൊരു വിധമായ പരസ്യവും പുള്ളി തിരുമേനി ആരും അറിയിക്കുന്നു. ഇപ്പോഴാണ് തിരുമേനി ചെയ്ത കാര്യങ്ങളൊക്കെ പലരും അറിവ് വരുന്നു. സാധാരണക്കാരനെ അതായത് സാധാരണക്കാരുടെ ആയി ബന്ധപ്പെട്ടതും അവരെ അനുഭവിക്കുന്നത് നിർത്തുന്നതിനും തിരുമേനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരുന്ന. അതുപോലെ നമ്മുടെ സ്കൂളിന്റെ കാര്യങ്ങൾ അറിയുന്നത് വളരെയധികം സന്തോഷവും താല്പര്യവും കാണിച്ച ഒരു വ്യക്തിയായിരുന്നു. ഇപ്പൊ ഈ വർഷം ഞാൻ ഓർത്തത്, ഈ വർഷം നമുക്ക് നല്ലൊരു റിസൾട്ടാണ് 10-നും 12 കിട്ടിയത്. അത് തിരുമേനിയെ ഒന്ന് അറിയിക്കാൻ പറ്റാതെ പോയിട്ടുള്ള എനിക്ക് പ്രിൻസിപ്പലുണ്ട്. നമ്മൾക്ക് 10ാം ക്ലാസ്സിൽ 3rd റാങ്ക് കിട്ടിയപ്പോൾ കിട്ടിയപ്പോൾ അന്ന് ഇവിടെ സ്കൂളിലാണ് റിസൾട്ട്. അപ്പം തന്നെ ഞാൻ തിരുമേനിയെ ഫോണിൽ കൂടി അറിയിച്ചു. തിരുമേനിയുടെ ഒരു സന്തോഷം കാണുമായിരുന്നു. വളരെ എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു, നാളെ മോളെ കൊണ്ട് കാണാൻ പറഞ്ഞു. ഞാൻ എലിസബത്തെ വിളിച്ച് പറഞ്ഞു, പിറ്റേ ദിവസം തിരുമേനിയെ പോയി കാണുന്ന മോളെ എന്ന് പറഞ്ഞു. അപ്പം എലിസബത്തിന്റെ അമ്മ പറഞ്ഞു, സാറേ എനിക്കൂടെ പറഞ്ഞു, തിരുമേനിയോട് ഒരു ഫോട്ടോ എടുത്തോളൂ. ഇവർ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും ഇതായിട്ട് ഷെയർ ചെയ്തത്. പിറ്റേ ദിവസം ഞാനും പ്രിൻസിപ്പലും തിരുമേനി വളരെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. തിരുമേനി സന്തോഷത്തോടുകൂടി 2 പ്രസന്റ് എലിസബത്ത് നൽകി. അപ്പോൾ അമ്മയുടെ കഴിഞ്ഞ ആഴ്ച ഷെയർ ചെയ്തു. തിരുമേനിക്കുള്ള കാര്യത്തിൽ വളരെ സന്തോഷം. നമ്മുടെ സ്കൂളിന്റെ കാര്യത്തിൽ വളരെയധികം താല്പര്യം കാണിച്ച ഒരു വ്യക്തിയാണ്. അവസാനം
അവസാനം എന്ത് വേണം ചെയ്യാൻ പറ്റും. അവസാനം ഓഡിറ്റോറിയത്തിന് പ്ലാൻ ചെയ്യാനെങ്കിൽ നമ്മൾ ഇനി നമ്മുടെ സ്കൂളിൽ ഒരു ഓഡിറ്റോറിയമില്ല, അത് മാത്രമേ ബാക്കി എല്ലാം നടത്തിയിട്ടുണ്ട്. അങ്ങനെ തിരുമേനിയൊന്നുമില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് പോകുമോ, ഞാനുണ്ട് കൂടെ. ഇപ്പോൾ നമ്മുടെ കൂടെ തിരുമേനി എല്ലാത്തിനും ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. ആ ഓഡിറ്റോറിയത്തിൽ പണിയാനുള്ള പ്ലാനുകളെല്ലാം കാഴ്ച വെച്ചു. അതിനൊരാളിനെ തിരുമേനി ചുമതലപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി പുതിയ ഭരണകർത്താക്കൾ ഗവൺമെന്റൊക്കെ കൂടിയൊക്കെ മാത്രമേ അത് മുന്നോട്ട് പോകാനുള്ളൂ. അത് പോകാനായിട്ട് ശ്രമിക്കാം. അതിന്റെ വരവാക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ തിരുമേനിയെ കുറിച്ച് നമ്മുടെ ബെന്യാമിൻ ആട് ജീവിതം ആ ബെന്യാമിൻ തിരുമേനിയുമായിട്ടൊരു അഭിമുഖ സംഭാഷണം നടത്തിയതിനു ശേഷം ജീവിത കാഴ്ചായെന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. അത് നമ്മുടെ DC ബുക്സാണ് പബ്ലിഷ് ചെയ്തത്. അന്ന് വൈകിട്ട് ഞാൻ റൂമിൽ ചെല്ലുമ്പോൾ ആ പുസ്തകം എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളിലും അറിയാവുന്ന പറഞ്ഞ എല്ലാ കാര്യങ്ങളും കണ്ടത്. വളരെ സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. പഠിത്തത്തെ കാലത്തൊക്കെ വളരെ വിഷമിച്ചിരുന്നു. അത് വായിക്കണം, കണ്ണിപ്പോൾ കണ്ണുകളുണ്ട്, അതുപോലെ കഷ്ടപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ ആ കഷ്ടപ്പാടിന് ഫലമുണ്ടാക്കി ദൈവം ജഗത്തെ ചെറുപ്രായത്തിലെ നമ്മുടെ സഭയുടെ അതൊരിക്കൽ വായിച്ചു വളരെ സത്യമാണ്. ഞാൻ ഒരിക്കലില്ല, ആർക്ക് വേണമെങ്കിലും എപ്പോഴും സഹായിക്കും തിരുമേനിയുടെ മുറിയിലേക്ക് ചെല്ലാതായിരുന്നു. സാധാരണക്കാരനായിരുന്നു തീർച്ചയായും നമ്മുടെ സ്കൂളിൽ ചെയ്ത കഷ്ടമാണ് പറയുന്നു. ഇങ്ങനെ ഇതിനെക്കാട്ടും കൂടുതൽ കാര്യം ചെയ്യുന്നതിന് ഒരു 3 ആഴ്ച മുമ്പ് തോമസകരഞ്ജനെ വിളിച്ച് പറഞ്ഞു എന്നെ ഒന്ന് കാണുന്നു. ഞാൻ പരമ ഹോസ്പിറ്റലിൽ പോയി വന്ന് അതുവരെ കിടപ്പിലായിരുന്നു. ഇന്ന് ഞാൻ എണീച്ചിരുന്നിട്ടുണ്ട്. സെക്രട്ടറി ഒപ്പിട്ടു. ഞാനിത് പരമനയെ കുർബാന കണ്ടു. എനിക്ക് ദിനവരവും അരമനയിൽ കൂടുതൽ കുർബാന കൊല്ലാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജയിച്ചു. ഞാൻ പറഞ്ഞു ദൈവം ഞങ്ങളുടെ ആഗ്രഹം അതാണ്. ഞങ്ങളുടെ സ്കൂളിൽ സ്റ്റാഫും എല്ലാവരും എല്ലാം ഒന്നിച്ച് ചേർന്ന് ദൈവമേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. എനിക്കത് മാത്രം മതിയെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ അത് കഴിയുന്നത് വരുവാനും നമ്മളെ പ്രാർത്ഥിക്കുന്നില്ല. അത് കഴിഞ്ഞ് എൻ്റെ തലയിൽ രാത്രി പറഞ്ഞൊരു കാര്യം, എനിക്ക് ഈ സ്കൂളിലെ പറ്റി വളരെ നല്ല സുഖത്തില്ലാത്ത നല്ല വാക്കാണ് എനിക്ക് കേൾക്കുന്നത്. കോട്ടയത്തെ നമ്പർ 1 സ്കൂളാക്കി എന്നെ കൊണ്ടുപോകുന്നതാണ് എൻ്റെ ആഗ്രഹം. ഞാനൊരു നിമിത്തമായിട്ടുള്ളേ ഉള്ളൂ. ഞങ്ങൾ ഒറ്റയ്ക്ക് ടീമായി പ്രാർത്ഥിച്ചിരിക്കുന്നത് രാത്രിയും ആശംസകൾ മാത്രം അറിയുന്നത്. അത് കഴിഞ്ഞ് തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് വലിയൊരു ഉപകാരവും അതിന് ഞാൻ ഒരു വലിയ സ്വത്തായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കും. ഇനിമേ എനിക്ക് അറിയാം നമ്മുടെ സ്കൂളിലെ പ്രവർത്തനത്തെ കുറിച്ച്. ഞാൻ അധികം ചെയ്യുന്നില്ല. ഞാനൊരു വാക്കുകൾ ചുരുക്കട്ടെ. അത് 2010 അവരൊരു 10 വർഷം മാത്രമേ ഈ സ്ഥാനത്തിരിക്കാനായിട്ട് പറ്റിയുള്ളൂ. ക്യാൻസറിന്റെ അസുഖം, കൊറോണ പിടിച്ചു, അല്ലെങ്കിൽ തിരുവേദി കുറേ നമുക്ക് വേണ്ടി ജീവിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ രോഗമാണ്. അതുകൊണ്ട് നമുക്ക് അതിനൊന്നും തടക്കുവാൻ പറ്റില്ല. തിരുവേദി ഇവിടെ വാങ്ങുമ്പോൾ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒരു കടവൃക്ഷം കടപൊഴുകി വീഴുന്നുവെന്ന് വിചാരിക്കുന്നു. തിരുമേനിയുടെ ആത്മാവിന് നിത്യശാന്തി എന്നും തിരുമേനിക്ക് കണ്ണീർ പ്രണാമം. തിരുമേനിയുടെ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്കൂളിനും അഭയവും കോട്ടയും ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. തീരുമാനിക്കുകയാണ്. പ്രാർത്ഥനയും പുഷ്പാർച്ചനയ്ക്കുമായി ബഹുമാനപ്പെട്ട അച്ഛനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ദൈവമായി പരിശുദ്ധ പിതാവിനെ ഞങ്ങളുടെ ദൈവമേ, അവിടുത്തെ ഇഷ്ടപ്രകാരം ഈ സഭയെ ദൈവമായിട്ടുള്ള ഞങ്ങൾക്ക് മാതൃകയാകുവാനുള്ള നല്ലൊരു മാതൃക ഞങ്ങളെ സമർപ്പിച്ചിട്ട് അവിടുന്ന് വിളിച്ച അവസരത്തിൽ നിന്റെ സ്ഥലത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്ന ആ പിതാവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്നതിനായി ഞങ്ങൾക്കെല്ലാവർക്കും മധ്യസ്ഥനായി ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല കാവൽമാലാകിയായി ആ പിതാവിനെ സമർപ്പിക്കട്ടെ. ദൈവമേ, ഈ സ്ഥാപനത്തെ അവിടെ അനുഗ്രഹിക്കണമേ, ഇതിനെ വളർത്തണമേ, ഇതിന്റെ സ്ഥാപകരായി ഇതിനെ
അനുഗ്രഹിച്ചതുപോലെ ഇതിൻ്റെ വളർച്ച, ഇതിൻ്റെ ഉയർച്ച ഞങ്ങളിലൂടെ ഉണ്ടാകുന്നതിൻ്റെ വഴിയാക്കണം. പിതാക്കന്മാരുടെ പ്രാർത്ഥനയും കാവലിനും ഒക്കെ ഉണ്ടാകണമേ. നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആചാര്യേശ മഷിഹാകുന്ദ ശരണേശ ശ്രേഷ്ഠായ ഏകപുണ്യം നാദസ്തോത്രം. പരിശുദ്ധ പിതാവിനോടുള്ള ആദരസൂചകമായി സ്കൂളിലെ ഓരോ വിഭാഗത്തിന്റെയും പ്രതിനിധികൾ പുഷ്പാർച്ചന നടത്തും. ആ അവസരത്തിൽ നമ്മുടെ സ്കൂൾ അധ്യാപികയായ മിനി കുര്യൻ ഗാനം ആരംഭിക്കുന്നതുമാണ്. അതിന്റെ ക്രമീകരണം ഇപ്രകാരമാണ്: അഡ്മിനിസ്ട്രേറ്റർ സക്രിയ സർ, പ്രിൻസിപ്പൽ നീന, അധ്യാപക പ്രതിനിധികളായി മിനി റോയ്, എൽജെ അലക്സാണ്ടർ, ഓഫീസ് സ്റ്റാഫിനെ പ്രതിനിധീകരിച്ച് മേരി മാത്യു, അനധ്യാപക പ്രതിനിധികളായി വർഗീസ് ചേട്ടൻ, ബബി സെബാസ്റ്റ്യൻ, നിർമ്മല തകച്ചൻ, വിദ്യാർത്ഥി പ്രതിനിധികളായി ഹെഡ് ബോയ് ഇരുനാഥൻ, ഹെഡ് ഗേൾ ശ്രേയ ജേക്കബ് എന്നിവർ പുഷ്പാർച്ചന നടത്തും. സ്തുതിക്കും വീടേ ദൈവമക്കൾക്കുൾ ആശ്രയമേ. ശുദ്ധർ സ്തുതിക്കും വീടേ ദൈവമക്കൾക്കുൾ ആശ്രയമേ. പരിലസിക്കും സ്വർണ്ണ വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ. ഇന്നു ഞാൻ ചേർന്നിടുമോ പരിശുദ്ധനെ, ഇന്നു ഞാൻ ചേർന്നിടുമോ പരിശുദ്ധനെ, ഇന്നു ഞാൻ ചേർന്നിടുമോ പരിശുദ്ധനെ. കഷ്ടതയില്ല നാടേ ദൈവഭക്തരിൻ വിശ്രമമേ. പുകഴ് പെരുകും പുത്തൻ യെരൂശലേമേ. തിരുമാർവിലിന്നു ഞാൻ ചാരിടുമോ പുകഴ് പെരുകും പുത്തൻ യെരൂശലേമേ. തിരുമാർവിലിന്നു ഞാൻ ചാരി
നന്ദി പ്രകാശിപ്പിക്കുന്നതിനും പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മ പങ്കുവെക്കുന്നതിനുമായി വൈസ് പ്രിൻസിപ്പൽ മിനി റോയ് മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ എം കെ കുര്യനച്ചൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, അധ്യാപക അനധ്യാപകരെ, പരിശുദ്ധ ബാബാ തിരുമനസിന്റെ 40ാം ചരമദിനത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ യോഗമാണ് ഇന്നിവിടെ നടന്നത്. ഈ അവസരത്തിൽ നമ്മുടെ സ്കൂൾ മാനേജരായിരുന്ന പരിശുദ്ധ ബാബാ തിരുമേനിയോട് ഈ സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പൽ എന്ന നിലയിൽ അനവധി സന്ദർഭങ്ങളിൽ അടുത്തിടപഴകുവാൻ അവസരം ലഭിച്ചു. ബാബാ തിരുമേനിയെ കുറിച്ച് ഓർക്കുമ്പോൾ ബാബാ തിരുമേനിയുടെ എളിമയാണ് എന്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നത്. ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ബാബാ തിരുമേനി നമ്മുടെ ക്ഷേമം അന്വേഷിക്കുന്നതിനും സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നതിനും സമയം കണ്ടെത്തിയിരുന്നു. കുട്ടികളുടെ പഠനത്തിനും ഉപരിയായി അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ഊന്നൽ കൊടുത്തായിരിക്കണം വിദ്യാഭ്യാസം എന്ന് ബാബാ തിരുമേനി എപ്പോഴും ഓർമ്മിപ്പിക്കുമായിരുന്നു. ബാബാ തിരുമേനിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബാബാ തിരുമേനിയെ ഒരിക്കലും മറക്കാൻ ആർക്കും സാധിക്കില്ല. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ദേവലോകം കാതോലിക്കറ്റ് അരമനയുടെ മാനേജരായ എം കെ കുര്യനച്ചനെ സ്കൂളിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള കൃതജ്ഞത അർപ്പിക്കുന്നു. നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ചുക്കാൻ പിടിക്കുന്ന സെക്രട്ടറി ഓണാട്ട് സാറിനും അഡ്മിനിസ്ട്രേറ്റർ സക്രിയ സാറിനും പ്രിൻസിപ്പൽ മിനി മാമിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു. ഈ പ്രോഗ്രാം ഇത്രയും ഭംഗിയായി നടത്തുവാൻ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത സ്റ്റാഫ് അംഗങ്ങളോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ അനുസ്മരണ മീറ്റിംഗിൽ വന്ന് സംബന്ധിച്ചവരും ഓൺലൈനായി വീക്ഷിക്കുന്നവരുമായ എല്ലാ അധ്യാപകരോടും രക്ഷകർത്താക്കളോടും അനധ്യാപകരോടും വിദ്യാർത്ഥികളോടും ആത്മാർത്ഥമായി നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന ഹെഡ് ബോയ് യദുനന്ദൻ, ഹെഡ് ഗേൾ ശ്രേയ ജേക്കബ് എന്നിവരോടും നന്ദി അർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പരിശുദ്ധ ബാബാ തിരുമേനിയുടെ പ്രാർത്ഥന നമുക്കും നമ്മുടെ സ്കൂളിനും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പരിശുദ്ധ പിതാവേ, സമാധാനത്തോടെ വസിക്കുക. അങ്ങയുടെ ദീപ്തമായ സ്മരണകൾ ഞങ്ങൾക്ക് വഴികാട്ടിയും അങ്ങയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കാവലും തുണയുമായിരിക്കട്ടെ.